എല്ലാവർക്കും കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺസിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം. എന്താണ് നൗൺ? നൗൺ ഈസ് ദി നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അതായത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെയോ എന്തെങ്കിലും വസ്തുവിൻ്റെയോ ഒക്കെ പേരാണ് എന്ത് നൗൺ എന്ന് പറയുന്നത്. ഇനി നൗണിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം, അതുപോലെ അൺകൗണ്ടബിൾ നൗൺസ്, കോൺക്രീറ്റ് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്. ഏതൊക്കെയാണ്? കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്, കോൺക്രീറ്റ് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്. ഇനി എന്താണ് കൗണ്ടബിൾ നൗൺസ്? ആ പേര് ശ്രദ്ധിക്കൂ, കൗണ്ടബിൾ നൗൺസ്, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗൺസ്. എക്സാമ്പിൾ പറയുമ്പോൾ പേന, അതുപോലെ ക്ലാസ്സിലെ കുട്ടികൾ, ഇവരെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 പേനയുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് അൺകൗണ്ടബിൾ നൗൺസ്? എന്താണ്? കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസാണ് അൺകൗണ്ടബിൾ നൗൺസ്. ഇപ്പോൾ ഓയില്, അതുപോലെ നെയ്യ്, ഗീ, ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 ഓയിൽ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ 10 നെയ്യ് എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റാത്ത നൗൺസാണ് എന്ത്? അൺകൗണ്ടബിൾ നൗൺസ്. അടുത്തത് കോൺക്രീറ്റ് നൗൺസ്. കോൺക്രീറ്റ് നൗൺസ് എന്താണ്? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള നൗൺസാണ് എന്ത്? കോൺക്രീറ്റ് നൗൺസ്. എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ പേപ്പർ, ഗ്ലാസ്, അതിനൊക്കെ എന്തുണ്ട്? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയുള്ള നൗൺസാണ് എന്ത്? കോൺക്രീറ്റ് നൗൺസ്. അടുത്തത് അബ്സ്ട്രാക്ട് നൗൺസ് ആണ്. അബ്സ്ട്രാക്ട് നൗൺസ് എന്താണ്? ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചർ ഇല്ലാത്ത നൗൺസാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺസ്. എക്സാമ്പിൾ നമുക്ക് പറയാലോ. ഇപ്പോൾ ഓണസ്റ്റി, ജസ്റ്റിസ്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഓണസ്റ്റിക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ്, ഇപ്പോൾ ഓണസ്റ്റിക്ക് ഒരു സർക്കുലർ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ജസ്റ്റിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചില സെർട്ടൻ നമ്പർ ഓഫ് അല്ലെങ്കിൽ സെർട്ടൻ കാറ്റഗറീസ് ഓഫ് നൗൺസ് ഉണ്ട്, അതിനൊന്നും നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനെയുള്ള നൗൺസാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺസ്. ഇനി ഇതിലെ കോൺക്രീറ്റ് നൗൺസിനെ അഗെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? കോമൺ നൗൺസ്, പ്രോപ്പർ നൗൺസ്, അതുപോലെ കളക്റ്റീവ് നൗൺസ്. എന്താണ് കോമൺ നൗൺസ്? കോമൺ നൗൺസ് എന്ന് പറയുമ്പോൾ നെയിം ഗിവൺ ഇൻ കോമൺ ടു എവറി പേഴ്സൺ, അതായത് കോമൺ ആയിട്ട് പറയാം. കോമൺ ആയിട്ട് ബോയ്, അതുപോലെ കോമൺ ആയിട്ട് കൺട്രി, സിറ്റി, കോമൺ ആയിട്ട് പറയാം. സ്പെസിഫൈ ചെയ്യാതെ കോമൺ ആയിട്ട് പറയാം. അതാണ് എന്ത്? കോമൺ നൗൺസ്. അടുത്തത് പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺസ് എന്താണ്? ഇപ്പോൾ കോമൺ നൗൺസിൽ നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു, ഇനി അതിൽ കോമൺ ആയിട്ടുള്ള ഓരോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള നൗണുകളെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ എന്താവും? പ്രോപ്പർ നൗൺസ് ആവും. ഇപ്പോൾ നോക്കൂ, ബോയ്, ബോയ്, ബോയ് എന്ന് പറയുമ്പോൾ ബോയ്. ഇനി അതിന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, അതിലെ ഒരു ബോയ്. അപ്പോൾ നമ്മൾ ഒരു ബോയിനെ നമ്മൾ എങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാം? അവൻ്റെ ക്വാളിറ്റി വെച്ച് സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ പേര് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. അങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അത് പ്രോപ്പർ നൗണായി മാറുന്നു. അപ്പോൾ റാം, കണ്ടില്ലേ, അവൻ്റെ പേര് വെച്ചിട്ട് നമ്മൾ അവനെ സ്പെസിഫൈ ചെയ്യണം, റാം. അതുപോലെ ഒരു സ്ഥലത്തെ കേരള, തൃശ്ശൂർ, അതുപോലെ ഇന്ത്യ, അങ്ങനെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത് പ്രോപ്പർ നൗൺസ് ആണ്. അടുത്തത് കളക്റ്റീവ് നൗൺസ്. എന്താണ് കളക്റ്റീവ് നൗൺസ്? ഒരു കൂട്ടത്തെ പറയുമ്പോൾ അത് കളക്റ്റീവ് നൗൺസ് ആവുന്നു. നെയിം ഓഫ് എ നമ്പർ ഓഫ് എ പേഴ്സൺ ഓർ തിങ്സ് ടേക്കൺ ടുഗെദർ. എക്സാമ്പിൾ ടീം, കമ്മിറ്റി, ആർമി, അങ്ങനെ കൂട്ടത്തെ പറയുന്നതാണ് എന്ത്? കളക്റ്റീവ് നൗൺസ്. ഇനി നമുക്ക് ഈ നൗൺസിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. അതിലെ ആദ്യത്തെ പോയിൻറ്റ്സ് ആണ് നൗൺസ് വിച്ച് എക്സിസ്റ്റ് ഓൺലി ഇൻ സിംഗുലർ ഫോം. അതായത് ചില നൗൺസ് ഉണ്ട്, ഇതിനൊക്കെ സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ. എന്താണ്? സിംഗുലർ ഫോം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മളൊക്കെ ഇൻഫർമേഷൻസ് എന്ന് പറയാറുണ്ടല്ലേ, ഇത്ര ഇൻഫർമേഷൻസ് എനിക്ക് അവൻ തന്നു, അതൊക്കെ തെറ്റാണ്. ഇൻഫർമേഷൻസ് അല്ല, പിന്നെന്താണ്? ഇൻഫർമേഷനാണ്. അതുപോലെ അഡ്വൈസ്, നോളജ്, ഗിയർ, ലഗേജ്, ബാഗേജ്, ഫർണിച്ചർ, equipment, poetry, scenery, rubbish, machinery. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ കുറേ നൗൺസ് ഉണ്ട്, അങ്ങനെ സിംഗുലർ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ചധികം നൗൺസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം, ഇതെങ്ങനെ നമ്മളൊരു സെൻറ്റൻസിൽ വരുന്നുള്ളത്. ദ സീനറി ഓഫ് കേരള ഹാസ് എൻചാൻറ്റഡ് അസ്. കണ്ടില്ലേ, ദ സീനറി ഓഫ് കേരള ഹാസ്, അതവിടെ സിംഗുലർ യൂസേജ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഹാസ് വന്നത്. ഇനി അടുത്ത് നോക്കൂ, ഐ ഹാവ് സം എക്വിപ്മെൻറ്റ് ദാറ്റ് ഐ നീഡഡ് ഫോർ ദി പ്രോജക്റ്റ്. കണ്ടില്ലേ, ഐ ഹാവ് സം എക്വിപ്മെൻറ്റ്, സം എക്വിപ്മെൻ്റ് ആണ്, സം എക്വിപ്മെൻറ്റ്സ് വരില്ല. കാരണം എന്താണ്, അത് സിംഗുലർ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന നൗണാണ്. അടുത്ത പോയിൻ്റാണ് നൗൺസ് വിച്ച് എക്സിസ്റ്റ് ഓൺലി ഇൻ പ്ലൂറൽ ഫോം. അതായത് പ്ലൂറൽ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന നൗൺസ്. എക്സാമ്പിൾസ് നമുക്ക് പറയാം. പീപ്പിൾ, പോലീസ്, പോൾട്രി, കാറ്റിൽ, സിസേഴ്സ്, ടങ്സ്, ബൈനോക്കുലേഴ്സ്, ഷൂസ്, ട്രൗസേഴ്സ്, പാൻസ്. ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. നോക്കൂ, ഇപ്പോൾ സിസേഴ്സ്, ടങ്സ്, ബൈനോക്കുലേഴ്സ്, ഷൂസ്, ട്രൗസേഴ്സ്, പാൻസ്, ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, രണ്ട് ഐഡൻറ്റിക്കൽ പാർട്സ് കാണാൻ പറ്റും ഇല്ലേ. സിസർ നോക്കുക, കത്രികയ്ക്ക് രണ്ട് ഐഡൻറ്റിക്കൽ പാർട്ട് ഇല്ലേ. അതുപോലെ ടങ്സ്, ബൈനോക്കുലർ, അങ്ങനെ രണ്ട് ഐഡൻറ്റിക്കൽ പാർട്ട് ഉണ്ടല്ലോ. അങ്ങനെ രണ്ട് ഐഡൻറ്റിക്കൽ പാർട്ടുള്ളതിന് നമ്മൾ ലാസ്റ്റ് എസ് വെച്ചിട്ട് പറയണം കേട്ടോ. സിസേഴ്സ്, സിസറല്ല സിസേഴ്സ് ആണ്. ടങ് അല്ല ടങ്സ് ആണ്. ഷൂ അല്ല ഷൂസ് ആണ്. ബൈനോക്കുലർ അല്ല ബൈനോക്കുലേഴ്സ് ആണ്. ട്രൗസേഴ്സ് ആണ്. അതുപോലെ പാൻസ് ആണ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ പ്ലൂറൽ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന നൗൺസും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം, അത് സെൻറ്റൻസിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പോലീസ് ഹാവ് അറസ്റ്റഡ് ദി തീവ്സ്. പോലീസ് ഹാവ് അറസ്റ്റഡ് തീവ്സ്. പോലീസ് ഈസ് അല്ല, പോലീസ് ഹാസ് അല്ല, പോലീസ് ഹാവ് ആണ് കേട്ടോ. പോലീസ് അവിടെ പ്ലൂറൽ ഫോമാണ്, അതുകൊണ്ടാണ് ഹാവ് വന്നത് കേട്ടോ. അടുത്ത് നോക്കൂ, വേർ ആർ മൈ പാൻസ്. വേർ ഈസ് മൈ പാൻസ് അല്ല, പിന്നെന്താണ്, വേർ ആർ മൈ പാൻസ് ആണ്. എന്തുകൊണ്ടാണ് പാൻസ് പ്ലൂറൽ ആയതുകൊണ്ടാണ്. എന്താണ്, പാൻസ് പ്ലൂറൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നൗൺ ആയതുകൊണ്ടാണ് എന്ത്, വേർ ആർ മൈ പാൻസ് വന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് പ്ലൂറൽ ഫോം ബട്ട് സിംഗുലർ യൂസേജ്. കാണുമ്പോൾ നമുക്കത് പ്ലൂറൽ ഫോമായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിൽ അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. എന്താണ്, പ്ലൂറൽ ഫോം ബട്ട് സിംഗുലർ യൂസേജ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് നൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. എത്തിക്സ്, അതുപോലെ ന്യൂസ്, പൊളിറ്റിക്സ്, ഇന്നിങ്സ്, മീസിൽസ്, മംസ്, എക്കണോമിക്സ്, ഫിസിക്സ്, ഡാർട്സ്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് ഡാർട്സ്, അതുപോലെ പൊളിറ്റിക്സ്, ഇന്നിങ്സ്, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്ലൂറലാന്ന് തോന്നും. പക്ഷേ അത് പ്ലൂറൽ അല്ല, അതെന്താണ്, സിംഗുലർ ആണ്. അതിൻ്റെ യൂസേജ് സിംഗുലർ ആണ്. അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസിൽ വരും നമുക്ക് നോക്കാം. എക്സാമ്പിൾ, നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്നാണ്. നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ് എന്നാണ്. നോ ന്യൂസ് ആർ ഗുഡ് ന്യൂസ് എന്നല്ല, അത് തെറ്റാണ്. ന്യൂസ് എന്താണ്, സിംഗുലർ ആണ്. അതുപോലെ പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ഗെയിമാണ്. പൊളിറ്റിക്സ് ഈസ് എ ഡേർട്ടി ഗെയിമാണ്. പൊളിറ്റിക്സ് ആർ എ ഡേർട്ടി ഗെയിം അല്ല. എന്തുകൊണ്ടാണ്, പൊളിറ്റിക്സ് ഒക്കെ എന്താണ്, സിംഗുലർ യൂസേജ് ആണ്, അല്ലെങ്കിൽ സിംഗുലർ നൗൺ ആണ്. കാണുമ്പോൾ അത് പ്ലൂറലാന്ന് തോന്നുമെങ്കിലും അത് സിംഗുലർ ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഇപ്പോൾ ചില നൗൺസ് ഉണ്ട്, ഇത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ സെയിം ഫോം ആയിരിക്കും. എന്താണ്, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ സെയിം ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് നൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ഷീപ്പ്, ഡിയർ, അതുപോലെ സീരീസ്, സ്പീഷീസ്, ഡസൻ, 100, 1000, മില്യൺ. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസേജ് നോക്കാം. എ ഷീപ്പ് ഈസ് ഗേസിങ് ഇൻ ദ ഫീൽഡ്. അവിടെ നമ്മൾ സിംഗുലർ കേസാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ കേസ് കൊണ്ട് നോക്കാം. 2 ഷീപ്പ് ആർ ഗേസിങ് ഇൻ ദ ഫീൽഡ്. കണ്ടോ, സിംഗുലർ ആയപ്പോഴും പ്ലൂറൽ ആയപ്പോഴും എന്താ, ഷീപ്പ് തന്നെയാണ്. അപ്പോൾ എന്താണത്, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഈ നൗൺസൊക്കെ ഒരു സെയിം ഫോമായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഷീപ്പ് തന്നെ ആയിരിക്കും, അതുപോലെ ഡിയർ തന്നെ ആയിരിക്കും. അത് ആ സെൻസ് അനുസരിച്ചിട്ടാണ് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എ ഷീപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഷീപ്പിനെയാണ് അത് പറയുന്നത്. 2 ഷീപ്പ് എന്ന് പറയുമ്പോൾ അത് 2 ഷീപ്പ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഷീപ്പ് പറയുമ്പം 2 ഷീപ്പ് പറയുമ്പം ഷീപ്പിൽ വ്യത്യാസമില്ല. ഷീപ്പ് രണ്ടിടത്തും ഷീപ്പ് തന്നെയാണ്. അടുത്തൊരു പോയിൻ്റാണ്, ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ നൗൺ പ്രിപ്പോസിഷൻ നൗൺ സ്ട്രക്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്താണ്, നമ്മുടെ സെൻറ്റൻസിൽ
നൗൺ പ്രിപ്പോസിഷൻ നൗൺ സ്ട്രക്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നൗൺസും സെയിം ആയിരിക്കണം. എന്താണ്? ഈ രണ്ട് നൗൺസും സെയിം ആയിരിക്കണം. പിന്നെ എന്താണ്? ഈ രണ്ട് നൗൺസും സിംഗുലർ ആയിരിക്കണം. എന്താണ്? ഈ രണ്ട് നൗൺസും സിംഗുലറും കൂടെ ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. ഡോർ ടു ഡോർ, അവർ ടു അവർ, ഇഞ്ച് ബൈ ഇഞ്ച്. ഇവിടെ നോക്കൂ, രണ്ട് നൗൺസും സിംഗുലർ അല്ലേ? ഡോർ ഡോർ രണ്ടും സിംഗുലറാണ്. രണ്ട് നൗൺസും എന്താണ്? സെയിമുമാണ്. ഡോർ ഡോർ, അതുപോലെ അവർ അവർ, ഇഞ്ച് ഇഞ്ച്. അപ്പോൾ നമ്മുടെ സെൻറ്റൻസിൽ നൗൺ പ്രിപ്പോസിഷൻ നൗൺ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ആ നൗൺസ് സെയിം ആയിരിക്കും വേണം. പിന്നെ എന്തായിരിക്കണം? ആ നൗൺസ് സിംഗുലർ ആയിരിക്കും വേണം. ഇപ്പോൾ ഡോർസ് ടു ഡോർസ് അതൊക്കെ തെറ്റാണ്. അവേഴ്സ് ടു അവേഴ്സ് അതൊക്കെ തെറ്റാണ് കേട്ടോ. കാരണം എന്താണ്? രണ്ട് നൗൺസും സെയിം ആണെങ്കിൽ കൂടെ അതെന്താണ്? സിംഗുലർ അല്ല. അതെന്താണ്? ഡോർസ് എന്താണ്? പ്ലൂറലാണ്. അതുകൊണ്ടാണ് അത് തെറ്റായത്. അടുത്ത പോയിന്റ്, നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഈച്ച് ഓഫ് നൗൺ അല്ലെങ്കിൽ എനി ഓഫ് നൗൺ അല്ലെങ്കിൽ വൺ ഓഫ് നൗൺ, എയ്തർ ഓഫ് നൗൺ, എവറി ഓഫ് നൗൺ അല്ലെങ്കിൽ നെയ്തർ ഓഫ് നൗൺ എന്നാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സെൻറ്റൻസിലുള്ള സ്ട്രക്ചർ ഈച്ച് ഓഫ് നൗൺ അല്ലെങ്കിൽ എനി ഓഫ് നൗൺ അല്ലെങ്കിൽ വൺ ഓഫ് നൗൺ അല്ലെങ്കിൽ എയ്തർ ഓഫ് നൗൺ അല്ലെങ്കിൽ എവറി ഓഫ് നൗൺ അല്ലെങ്കിൽ നെയ്തർ ഓഫ് നൗൺ എന്നാണെങ്കിൽ ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറലായിരിക്കണം. ഇതാണ് ഓഫിന് ശേഷം വരുന്ന നൗണ് പ്ലൂറലായിരിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും തെറ്റിക്കാറുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് എന്ത്? വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി. അതെൻ്റെ മോഹൻലാലിൻ്റെ ഒരു പടം കണ്ടു, അതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, അതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് തെറ്റാണ് കേട്ടോ. കാരണം വൺ ഓഫിന് ശേഷം വരുമ്പോൾ നൗണിൻ്റെ പ്ലൂറൽ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി അല്ല, എന്താണ്? വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ആണ്. അതുപോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് അല്ല, പിന്നെന്താണ്? വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് ആണ്. അതുപോലെ തന്നെയാണ് ഈച്ച് വരുമ്പോഴും, എനി വരുമ്പോഴും, ഏതർ വരുമ്പോഴും, എവ്രി വരുമ്പോഴും, നെയ്തർ വരുമ്പോഴും ഒക്കെ ഓഫിന് ശേഷം വരുന്ന നൗൺസ് പ്ലൂറലായിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് മൈ സൺസ് ഈസ് എ ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് അവിടെ ഈസ് വന്നത്? അതൊരു ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൺ ഓഫ് മൈ സൺസ് എന്താണ് അർത്ഥമാക്കുന്നത്? ഇത്ര സണ്ണുകളിൽ അല്ലെങ്കിൽ ഇത്ര മക്കളിൽ, ആ മക്കളിൽ ഒരാൾ, അതായത് അവിടെ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പറയുന്നത് ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഈസ് വന്നത്. അത് മൊത്തം യൂസേജ്, വൺ ഓഫ് മൈ സൺസ് എന്ന് പറയുന്ന മൊത്തം ടേം സിംഗുലർ യൂസേജ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അതവിടെ ഈസ് വന്നത്. ഇനി അടുത്ത് നോക്കാം ചില കോമ്പൗണ്ട് വേർഡുകൾ. ഇപ്പോൾ ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഇതിനെയൊക്കെ നമ്മൾ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ തെറ്റിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രദർ ഇൻ ലോ എന്ന് മാറ്റുമ്പോൾ എങ്ങനെ പറയും? ബ്രദർ ഇൻ ലോസ് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോസ് എന്നൊക്കെ പറയാറുണ്ട്. അത് തെറ്റാണ്. അതെങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് ഫോം? ബ്രദർ ഇൻ ലോ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ ബ്രദേഴ്സ് ഇൻ ലോ ആണ് കേട്ടോ. ബ്രദേഴ്സ് ഇൻ ലോ. അതുപോലെ സിസ്റ്റർ ഇൻ ലോ മാറ്റുമ്പോൾ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്, സിസ്റ്റർ ഇൻ ലോസ് അല്ല. ഓക്കെ, സിസ്റ്റർ ഇൻ ലോസ് തെറ്റാണ്, അല്ലെങ്കിൽ ബ്രദർ ഇൻ ലോസ് തെറ്റാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിനെ നൗൺസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ബാഡ് ഹാബിറ്റ് ഈസ് ദി യൂസ് ഓഫ് ടുബാക്കോ. അവിടെ എന്താണ് തെറ്റ്? എന്താണ്? വൺ ഓഫിന് ശേഷം വരുന്ന നൗൺ എങ്ങനെയായിരിക്കണം? പ്ലൂറലായിരിക്കണം. ഇവിടെ പ്ലൂറലാണോ? നോക്കൂ, വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ബാഡ് ഹാബിറ്റ് പ്ലൂറലാണോ? ബാഡ് ഹാബിറ്റ് ആണോ ബാഡ് ഹാബിറ്റ്സ് ആണോ വരണ്ടേ? ബാഡ് ഹാബിറ്റ്സ് അല്ലേ വരണ്ടേ? അപ്പോൾ എന്താണ് കറക്റ്റ് സെൻറ്റൻസ്? വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ബാഡ് ഹാബിറ്റ്സ് ഈസ് ദി യൂസ് ഓഫ് ടുബാക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് കാശ്മീർ ആൻഡ് ഫൗണ്ട് ദ സീനറീസ് ടു ബി മാർവലസ്. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് കാശ്മീർ ആൻഡ് ഫൗണ്ട് ദ സീനറീസ് ടു ബി മാർവലസ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? എന്ത്? സിംഗുലർ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് നൗൺസ് പഠിച്ചില്ലേ? അപ്പോൾ സീനറീസ് ആണോ സീനറി ആണോ? സീനറി ആണ്. സീനറീസ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതെന്താണ് കറക്റ്റ്? റീസെൻ്റ്ലി ഐ വിസിറ്റഡ് കാശ്മീർ ആൻഡ് ഫൗണ്ട് ദ സീനറി ടു ബി മാർവലസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓൾ ദ ഫർണിച്ചേഴ്സ് ഹാവ് ബീൻ സെൻറ്റ് ടു ദി ന്യൂ ഹൗസ് ലൊക്കേറ്റഡ് ഇൻ എ വില്ലേജ്. ഫർണിച്ചേഴ്സ് എന്ന് നമ്മൾ പറയാൻ പാടുമോ? എന്താണ്? അത് സിംഗുലർ ഫോമിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന നൗണാണ്. അതുകൊണ്ട് ഫർണിച്ചേഴ്സ് അല്ല, പിന്നെന്താണ്? ഫർണിച്ചറാണ്.
അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ദേ ലെഫ്റ്റ് ദെയർ ലഗേജസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ദേ ലെഫ്റ്റ് ദെയർ ലഗേജസ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അതിലെന്താണ് തെറ്റ്? അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാവുന്നുള്ളൂ. എന്താണ് തെറ്റ്? ലഗേജസ് അല്ല, പിന്നെന്താണ്? ലഗേജാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻസ് യു വാണ്ട് ഇൻ ദിസ് ബുക്ക്. യു ക്യാൻ ഗെറ്റ് ഓൾ ദ ഇൻഫർമേഷൻസ് അല്ല, പിന്നെന്താണ്? ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻസ് തെറ്റാണ്. അതിന് നമ്മൾ എങ്ങനെ പറയരുത്, എന്താണ് ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ആർട്ടിക്കിൾ ഈസ് നോട്ട് അവൈലബിൾ ഇൻ എനി ഓഫ് ദ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ്. ദിസ് ആർട്ടിക്കിൾ ഈസ് നോട്ട് അവൈലബിൾ ഇൻ എനി ഓഫ് ദ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ പറഞ്ഞു എനി ഓഫിന് ശേഷം പ്ലൂരൽ എനി ഓഫിന് ശേഷം നൗണിൻ്റെ ഏത് ഫോമാണ് വേണ്ടേ? പ്ലൂറൽ ഫോമല്ലേ വേണ്ടേ? ഇവിടെ ഏത് ഫോമാണ് തന്നിട്ടുള്ളത്? എനി ഓഫ് ദ ഷോപ്പാണ് തന്നിട്ടുള്ളത്. അതെന്താ? സിംഗുലറാ. അപ്പോൾ ഷോപ്പല്ല വേണ്ടത്, എന്താ വേണ്ടത്? ഷോപ്സാണ് വേണ്ടത്. അപ്പോൾ എനി ഓഫ് ദി ഷോപ്സ് ഇൻ ദ മാർക്കറ്റാണ്. എനി ഓഫ് ദ ഷോപ്പ് ഇൻ ദ മാർക്കറ്റ് തെറ്റാണ്. അടുത്ത് നോക്കൂ. ഷീപ്സ് ആർ എക്കണോമിക്കലി യൂസ്ഫുൾ ആൻഡ് സോ ദേ ആർ റിയർഡ് ഫോർ വൂൾ ആൻഡ് മീറ്റ്. ഷീപ്സ് അല്ല, പിന്നെന്താണ്? ഷീപ്പാണ്. നമ്മൾ പറഞ്ഞു സിംഗുലർ ഫോമിലും പ്ലൂരൽ ഫോമിലും സെയിം ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിം ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യുന്ന നൗൺസ് ആണ് ഏത്? ഷീപ്പ് എന്നൊക്കെ പറയണത്. അപ്പോൾ ഷീപ്സ് ആറല്ല, ഷീപ്പ് ആറാണ്. അടുത്ത് നോക്കൂ. മൈ കസിൻ ബ്രദർ ഇൻവൈറ്റഡ് മീ ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. മൈ കസിൻ ബ്രദർ ഇൻവൈറ്റഡ് മീ ടു ബർത്ത്ഡേ പാർട്ടി. ഇത് നമ്മളെല്ലാവരും വെക്കുന്ന ഒരു കോമൺ തെറ്റാണ് കേട്ടോ. കസിൻ ബ്രദർ, അതുപോലെ കസിൻ സിസ്റ്റർ, അങ്ങനെ ഒരു പ്രയോഗം ഇല്ല കേട്ടോ ഇംഗ്ലീഷിൽ. വെറും കസിനാണ്. ഇറ്റ് ഈസ് കസിൻ, നോട്ട് കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ. അതൊക്കെ തെറ്റാണ്. കസിനാണ് കേട്ടോ. സിസ്റ്റർ ആണെങ്കിലും ബ്രദർ ആണെങ്കിലും ഒക്കെ കസിനാണ്. അപ്പോൾ എന്താണത്? മൈ കസിൻ ഇൻവൈറ്റഡ് മീ ടു ഹിസ് ബർത്ത്ഡേ പാർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൈ ബ്രദർ ഇൻ ലോസ് ഹു ലീവ് ഇൻ ദുബായ് ഹാവ് കം ടു സ്റ്റേ വിത്ത് അസ്. ഈ ബ്രദർ ഇൻ ലോ എങ്ങനെ നമ്മൾ പ്ലൂരലാക്കും? നമ്മൾ നേരത്തെ പഠിച്ചു കോമ്പൗണ്ട് വേർഡ്സ് എങ്ങനെയാക്കും? എസ് എവിടെ വരണ്ടേ? ബ്രദറിൻ്റെ അവിടെ അല്ലേ വരണ്ടേ? അപ്പോൾ ബ്രദർ ഇൻ ലോസ് ആണോ? ബ്രദർ ഇൻ ലോസ് അല്ല, പിന്നെന്താണ്? ബ്രദേഴ്സ് ഇൻ ലോ ആണ് കേട്ടോ. അപ്പോൾ മൈ ബ്രദേഴ്സ് ഇൻ ലോ ഹു ലീവ് ഇൻ ദുബായ് ഹാവ് കം ടു സ്റ്റേ വിത്ത് അസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. വിമൻ ആഫ്റ്റർ വിമൻ claim to speak against the present political situation of Bihar. Women after women claimed to speak against the present political situation of Bihar. ഇവിടെ നമുക്ക് എന്ത് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്? ഒരു നൗൺ പ്രിപ്പോസിഷൻ നൗൺ സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും നോക്കൂ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. എവിടെയാ? വുമൻ ആഫ്റ്റർ വുമൻ. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ നൗൺ പ്രിപ്പോസിഷൻ നൗൺ സ്ട്രക്ചർ നമ്മുടെ സെൻറ്റൻസിൽ വരുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഈ രണ്ട് നൗണും സെയിം ആയിരിക്കണം. അപ്പോൾ നോക്കൂ, ഈ രണ്ട് നൗണും സെയിം ആണോ? അതെ, സെയിം ആണല്ലോ. വിമൻ ആഫ്റ്റർ വുമൻ ആണല്ലോ, സെയിം ആണല്ലോ. അടുത്ത കണ്ടീഷൻ എന്താ? ഈ രണ്ട് നൗണും സിംഗുലർ ആയിരിക്കണം. ഈ രണ്ട് നൗണും സിംഗുലർ ആണോ നോക്കൂ. വിമൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ? അല്ല, അതെന്താണ്? പ്ലൂറലാണ്. അപ്പോൾ നമ്മളത് എന്താക്കണം? വുമൺ ആഫ്റ്റർ വുമൺ ക്ലെയിം ടു സ്പീക്ക് എഗെയിൻസ്റ്റ് ദ പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ബീഹാർ എന്നാക്കണം. അപ്പോൾ എന്താണത്? വുമൺ ആഫ്റ്റർ വുമൺ ക്ലെയിം ടു സ്പീക്ക് എഗെയിൻസ്റ്റ് ദ പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് ബീഹാർ എന്നാക്കണം. അപ്പോൾ ഇന്നത്തെ നൗൺസിൻ്റെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thank you so much. Thank you.